ഒരു സൂപ്പർ ഗെയിമാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. സംസ്ഥാന ശാസ്ത്രമേളയിൽ പോലും പങ്കാളിത്തം ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു സൂപ്പർ ഗെയിം. ഇത് ഒരു ഗെയിം മാത്രമായി അല്ലെങ്കിൽ ശാസ്ത്രമേളയിൽ പങ്കെടുക്കാവുന്ന ഒരു ഗെയിം മാത്രമായി അല്ല, നിങ്ങളുടെ വിദ്യാലയങ്ങളിൽ നല്ലൊരു ടൂർണമെന്റ് പോലും സംഘടിപ്പിക്കാവുന്ന രീതിയിൽ നിലവാരമുള്ള ഒരു ഗെയിമാണ്. ശാസ്ത്രമേളയിലെ ഒരു നിബന്ധനയുണ്ട്. എന്താ? 2 പേർ തമ്മിൽ കളിക്കണം, കരുക്കൾ ഉപയോഗിക്കണം, അതിൽ ആരെങ്കിലും ഒരാൾ ജയിക്കണം അല്ലെങ്കിൽ തോൽക്കണം, അങ്ങനെയൊക്കെയുള്ള നിബന്ധന. ആ നിബന്ധനകളെല്ലാം പാലിച്ചുകൊണ്ടുള്ള ഒരു ഗെയിമാണ്. ഇപ്പൊ ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് ഒരുപക്ഷെ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പെടുന്നവർക്ക് കളിക്കാവുന്നതാണ്. പക്ഷേ ഇതിൽ പറയുന്ന കരിക്കൽ അതിൻ്റെ സ്വഭാവം മാറ്റി LP-യിലും UP-യിലും ഒക്കെ ഈ ഗെയിം നിങ്ങൾക്ക് അവതരിപ്പിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇത് കളിക്കുക എന്നല്ലേ നോക്കാം. ഇവിടെ ഞാൻ എഴുതിയത് നിങ്ങൾ കണ്ടല്ലേ, ട്രിഗണോമെട്രി റിലേഷൻസ് ആണ്. അത് എന്താണെന്ന് ഹയർ സെക്കൻഡറിയിലെ കുട്ടികൾക്കറിയാം, ഹൈസ്കൂൾ 10ാം ക്ലാസ്സിലെ കുട്ടികൾക്കും ഒരുപക്ഷെ 9ാം ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ അറിയാം. അതെന്താ? സൈൻ, കോസ്, ടാൻ, കോട്ട്, കൊസീക്ക്, സീക്ക്. അപ്പം ട്രിഗണോമെട്രിക് രീതിയിലുള്ള അതുമായി ബന്ധപ്പെട്ട ആ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ഒരു ഗെയിമാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റുകൾ ഈ ഗെയിമിൽ തിരഞ്ഞെടുക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? സൈൻ 0, സൈൻ 30, സൈൻ 45, സൈൻ 60, സൈൻ 90, സൈൻ 180, സൈൻ 270, സൈൻ 360. അതിന്റെ ആംഗിൾ അല്ലെ, കോണുകൾ. അപ്പോൾ വരുന്ന സൈഡുകൾ തമ്മിലുള്ള ആ ബന്ധം, അതിന്റെ റേഷ്യോ അതാണ് 0. സൈൻ 0 ആണെങ്കിൽ അതിന്റെ വാല്യൂ 0. സൈൻ 30 ആണെങ്കിൽ 1/2, സൈൻ 45 1/√2, സൈൻ 60 √3/2, സൈൻ 90 1, സൈൻ 180 0, സൈൻ 270 -1, സൈൻ 360 0. സൈൻ മാത്രമല്ല, ഇതേപോലുള്ള അതിന്റെ വശങ്ങൾ തമ്മിലുള്ള ആ റേഷ്യോ കോസ്, ടാൻ, കോട്ട്, കൊസീക്ക്, സീക്ക്, ഇത് 6 ഉള്ളത് ഈ കളത്തിൽ, ഈ കളിയിൽ, പട്ടികയിൽ, ഈ ടാബില് ഇപ്പൊ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത് എല്ലാം മൊത്തത്തിലൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ എന്ത് മനസ്സിലാവുന്ന അറിയോ? ഇപ്പോ സൈൻ 0 എത്രയാണ്? 0 തന്നെയാണ് അല്ലെ. സൈൻ 180 0 ആണ്. സൈൻ 360 0 ആണ്. അത് മാത്രമല്ല, കോസ് 90, കോസ് 270 0 ആണ്. ടാൻ 0, ടാൻ 180, കോട്ട് 90, 270 ഒക്കെ 0 ആണ്. അപ്പൊ 0 ആയി വരുന്നത് തന്നെ 1, 2, 3, 4, 5, 6, 7, 8, 9 സമാന റേഷ്യോസ് ഇതിലുണ്ട്. 0 വരുന്നത്. അത് 1 വരുന്നത് കണ്ടില്ലേ? 1 ഇവിടെ, 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 ഇങ്ങനെ കുറേ ഉണ്ട് അല്ലേ. അങ്ങനെ വ്യത്യസ്ത വിലകൾ വരുന്ന സമാനമായ ഒരുപാട് റേഷ്യോസ് ഇതിലുണ്ട്. ആ സമാനത വെച്ചുകൊണ്ടുള്ള ഒരു കളിയാണ് നിങ്ങളെ പരിചയപ്പെടുന്നത്, ഒരു ഗെയിം. അതിൽ ശ്രദ്ധിക്കണം എന്താ? ഇത് കളിയിൽ പങ്കെടുക്കണമെങ്കിൽ ഈ റേഷ്യോസ് മുഴുവൻ നമുക്ക്, ആ ബന്ധങ്ങൾ മുഴുവൻ നമുക്ക് തെറവായിരിക്കണം. എങ്കിൽ മാത്രമേ കളിയിൽ ജയിക്കാൻ പറ്റുള്ളൂ, അങ്ങനെയുള്ളവർക്ക് മാത്രം. ഓക്കെ, അത് മാത്രം പോരാ, ആ കളിക്കാനുള്ള നേക്ക് കൂടിയുണ്ട്. ഇത് മുഴുവനും തെറവാക്കി മാത്രം വെച്ചത് കൊണ്ട് കാര്യമില്ല. കളിക്കുമ്പോൾ മനസ്സിലാവും ആ കളിയിലൊരു കളി വരുന്നുണ്ട്. അതും കൂടെ പഠിക്കുമ്പോഴാണ് ഇതെന്താണ് ഈ ഗെയിം എന്ന് മനസ്സിലാവുള്ളൂ. അപ്പൊ നമുക്ക് ഇത് ഉപയോഗിച്ച്, ഈ റിലേഷൻസ് ഉപയോഗിച്ച് എങ്ങനെയാണ് 2 പേർ കളങ്ങളിൽ കരുക്കൾ ഉപയോഗിച്ച് കളിക്കുക എന്ന് നോക്കാം.
കളത്തിലെ സമ്മാനകർ, ഇതാണ് ഈ ഗെയിമിന്റെ പേര്. അതിന്റെ കളമാണ് ഇപ്പോ നിങ്ങൾ ഇവിടെ കാണുന്നത്. കളം ശ്രദ്ധിച്ചോ? ഇതാ ഞാൻ എണ്ണ പോവാണ്. ഇതിന്റെ വരിയാണോ നിരയാണോ എന്താ പറയാ എന്ന് എനിക്കറിയില്ല. നോക്കാം. 1 2 3 4 5 6 7 8 9 10. ഇങ്ങോട്ടേക്കാണെങ്കിലോ 1 2 3 4 5 6 7 8 9 10 11 12 13 14. ഇപ്പൊ 10 ഇങ്ങനെയും 14 ഇങ്ങനെയും ആകെ 140 കളങ്ങളിലാണ് ഈ കളി. ചതുരാകൃതിയാണ്, അത് കാണുമ്പോൾ മനസ്സിലായല്ലോ. ഇനി കരുക്കളാണ് അല്ലെ. എന്തൊക്കെ കരുക്കൾ, ഏതൊക്കെ കരുക്കൾ നോക്കാം. ഇത് കണ്ടല്ലോ. സൈൻ 0, സൈൻ 30, സൈൻ 45, സൈൻ 60, സൈൻ 90, സൈൻ 150, സൈൻ 270, സൈൻ 360. അത് കഴിഞ്ഞാൽ കോസ് 0 മുതൽക്ക് 30, 45, 60, 90, 150, 270, 360. അത് കഴിഞ്ഞാൽ ടാൻ, പിന്നെ കോട്ട്, സീക്ക്, കൊസീക്ക്. ഇങ്ങനെയാണ് ഇതിന്റെ കരുക്കൾ തന്നിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ അതിന്റെ വിലകളാണ്. ഇത് ഓരോന്നിനും വിലയുണ്ടല്ലോ. അത് -1, 0, 1/2, 1/√2, 1/√3, √3/2, 1, √2, √3, 2/√3, 2 നോട്ട് ഡിഫൈൻഡ്. അതായത് ചിലതിനെ നമുക്ക് നിർവചിക്കാൻ കഴിയില്ല അതിന്റെ വില, അതാണ് നോട്ട് ഡിഫൈൻഡ്. ഇങ്ങനെയുള്ള 60 കരു. ഇത് എതിർ കളിക്കാരനും ഇതേപോലെ 60 കരു. ഇങ്ങനെ 60 കരുക്കൾ കൊണ്ട് കളിക്കുകയാണ് രണ്ട് കളിക്കാരൻ. ഇതില് ഒരാൾ ജയിക്കും, ഒരാൾ തോക്കും. എന്താ കളിക്കേണ്ടത്? നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതില് സമാനമായ കുറെ ട്രിഗണോമെട്രിക് റിലേഷൻസ് ഉണ്ട്. അത് നേരത്തെ സൂചിപ്പിച്ചല്ലോ. അങ്ങനെ സമാനമായ 3 വരിയിലോ നിരയിലോ നിങ്ങൾ ഒപ്പിച്ച് വെച്ചാൽ ആ ഒപ്പിച്ചു വെച്ച 3 ഇതിൽ നിന്ന് ഈ കളത്തിൽ നിന്ന് പുറത്തെടുക്കാം. അങ്ങനെ 3 വീതം, 3ൽ കൂടുതലും ആകാം. ചുരുങ്ങിയത് 3 ഒരു വരിയിലോ നിരയിലോ ഉണ്ടാകണം. ക്രോസ് കൊള്ള നീക്കാനും പാടില്ല, ക്രോസ് ആയിട്ട് ഇത് വെക്കാനും പാടില്ല, ഒരേപോലെ വെക്കാനും കാര്യമില്ല, വെക്കാനും പാടില്ല. അങ്ങനെ വെച്ചത് കൊണ്ട് ഫലമില്ല. വരിയിലോ നിരയിലോ ആയി 3 ഒരുമിച്ച് അല്ലെങ്കിൽ 3ൽ കൂടുതൽ വെക്കണം. അപ്പോഴാണ് അതിനെ ഈ കളത്തിൽ നിന്ന് എടുത്തു മാറ്റാൻ പറ്റും. അങ്ങനെ എല്ലാ കരുക്കളും ഈ കളത്തിൽ നിന്ന് ആരാണോ ആദ്യം എടുത്തു മാറ്റുന്നത് അയാളാണ് ഈ കളിയിലെ ജേതാവ്. അപ്പൊ ഒരാളൊരു നീക്കം, അത് കഴിഞ്ഞാൽ മറ്റേയാൾ നീക്കുന്നു, വീണ്ടും മറ്റേയാൾ നീക്കുന്നു. അങ്ങനെ ഓരോ കളി മാറിയാണ് ഇതിന്റെ നീക്കം. പക്ഷെ അതില് ഒരു ചെറിയ വ്യത്യാസമുള്ളത്, ഒരാൾ 3 ഒപ്പിച്ച് കഴിഞ്ഞാൽ അയാൾ ആ കളത്തിൽ നിന്ന് കരുക്കൾ എടുത്തു മാറ്റിയാൽ വീണ്ടും അടുത്ത നീക്കത്തിനുള്ള അവസരം അയാൾക്കാണ്. അതിനുശേഷമാണ് അടുത്ത കളിക്കാരൻ. അത് 2 കളിക്കാർക്കും ഒരുപോലെ ബാധകമാണ്. ഇപ്പം ഒരാള് 3 വെച്ചു മാറ്റി, വീണ്ടും ഒന്ന് നീക്കാൻ അവസരം കൊടുത്തു. ആ സമയത്ത് വീണ്ടും അയാൾ 3 വെച്ചു, 3 വെക്കാൻ സാധിച്ചു. വീണ്ടും അയാൾക്ക് എന്ത് ചെയ്യുക, അതെടുത്തു മാറ്റുകയും അടുത്ത നീക്കം അയാൾക്ക് ലഭിക്കുകയും ചെയ്യും. ഇതാണ് കളിയുടെ നിബന്ധന. നമുക്കൊന്ന് കളിച്ചു നോക്കാം. ഇപ്പം ആദ്യം ടോസ് ചെയ്യുന്നു. ടോസ് ചെയ്തപ്പോൾ ഈ ചുവന്ന മഷി കൊണ്ടാണല്ലോ ഇത് എഴുതി വെച്ചിരിക്കുന്നത്, ചുവന്ന കളിക്കാരൻ. അയാൾക്കാണ് നീക്കം കിട്ടിയത്. അങ്ങനെ അയാൾ കളിക്കുന്നു. അയാൾ കളിക്കുമ്പോൾ അയാളുടെ മനസ്സിൽ ഒരു ലക്ഷ്യം ഉണ്ടാവും. എന്താണ്? ഒരേപോലെയുള്ള സമാന വസ്തുക്കൾ ഒരുമിച്ച് വരിയിലോ നിരയിലോ കൊണ്ടുവരണം. അയാൾ ആദ്യം മനസ്സിലുള്ള എന്താണെന്ന് വെച്ചാൽ നോട്ട് ഡിഫൈൻഡ് അല്ലേ? നോട്ട് ഡിഫൈൻഡ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 10 ഉണ്ട് ഇതില്. അതിൽ 3 ഒരുമിച്ച് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമമാണ് അയാൾ നടത്തുന്നത്. പച്ച ഈ കളിക്കാരന്റെ മനസ്സിൽ എന്താണെന്ന് നമ്മൾ നോക്കുന്നില്ല. തൽക്കാലം കളി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിത് കാണിച്ചു തരുന്നത്. അപ്പൊ ചുവന്ന കളിക്കാരൻ നീക്കുന്നു. അയാളുടെ മനസ്സിൽ എന്താണത്? നോട്ട് ഡിഫൈൻഡ് 10 വരുന്നുണ്ട്. അത് ഒരുമിച്ച് ഒരു വരിയിലോ നിരയിലോ 3 ഒപ്പിക്കാനുള്ള വഴിയാണ് അയാൾ ആലോചിക്കുന്നത്.
അങ്ങനെ നോക്കുമ്പോൾ ഇപ്പൊ ഇതില് ഇതാ അവിടെ കണ്ടില്ലേ, രണ്ട് വരി അല്ലെ, രണ്ട് വരിയിലെ ആ രണ്ട് വരി മൊത്തം 20 കളങ്ങൾ ബാക്കി കിടക്കുന്നുണ്ട്. 60 കരു ഇവിടെ, 60 കരു ഇവിടെ, ആകെ 40 കളങ്ങളാണ്. അപ്പൊ 20 കളം ബാക്കിയുണ്ട്. ആ 20 കളത്തിലേക്ക് ഏതെങ്കിലും ഒന്നിലേക്ക് നീക്കാൻ പറ്റും. അയാളുടെ ഉദ്ദേശം നോട്ട് ഡിഫൈൻഡ്, അതിൽ 3 എണ്ണം തൽക്കാലം ഒപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നോട്ട് ഡിഫൈൻഡ് വരുന്നത് എന്തൊക്കെയാ? ഒന്ന് കോട്ട് 0 വരും, കൊസീക് 0 വരും. അതുപോലെ ടാൻ 90 വരുന്നുണ്ട്, സീക് 90 വരുന്നുണ്ട്. കോട്ടും കൊസീക്കും 180 വരുന്നുണ്ട്. ടാൻ 270യും സീക് 270 വരുന്നുണ്ട്. കോട്ടും കൊസീക്കും 360 വരുന്നുണ്ട്. ഇതെല്ലാം നോട്ട് ഡിഫൈൻഡ് ആണ്. 10 എണ്ണം വരുന്നു. അപ്പൊ ഇതിൽ 3 എണ്ണം നമുക്ക് നോക്കാം. അപ്പോൾ ഏറ്റവും ആദ്യം ലാസ്റ്റ് നമുക്ക് നീക്കാൻ പറ്റുന്നത് കൊസീക്കാണ്. അയാൾ കൊസീക്കിലാണ് പിന്നെ പിടിച്ചിരിക്കുന്നത്. കൊസീക് 0 വരുന്നുണ്ട് അല്ലെ, കൊസീക് 0 ഇവിടെയാണുള്ളത്. അപ്പം അവിടെ ആ കളം ഒന്ന് ഒഴിവാക്കി കിട്ടാനുള്ള പരിപാടിയാണ് നോക്കുന്നത്. ഇവിടെ കൊസീക് 0ന്റെ കൂടെ 2 എണ്ണം ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്ത് കിട്ടും? അയാൾക്ക് ഒരു വരിയിലെ 3 എണ്ണം കിട്ടും. അത് കണക്കാക്കി അയാൾ 1/2 നീക്കും. ഇയാളുടെ മനസ്സിൽ എന്താണെന്ന് ഇയാളുടെ മനസ്സിൽ തൽക്കാലമില്ല. ഇയാളുടെ മനസ്സിൽ എന്താണെന്ന് നമുക്കും അറിയില്ല. അയാള് 1/√2 നീക്കി വെക്കും. ഇപ്പൊ കൊസീക് 0 അവിടെ ഒരു ഗ്യാപ്പ് കണ്ടില്ലേ തൊട്ട് മുമ്പിൽ, അവിടെ തൽക്കാലം ആ ഗ്യാപ്പായിട്ട് കിടക്കുകയാണ്. അത് അനക്കുന്നില്ല. പകരം എന്ത് ചെയ്യുന്നു അയാള്? ഇനി കൊസീക് 180 ഉണ്ട്. കൊസീക് 180 അവിടെയുള്ളത്, അത് നോട്ട് ഡിഫൈൻഡ് ആണ്. ഈ കൊസീക് 180 അവിടേക്ക് എത്തിക്കുക എന്ന ഒരു ലക്ഷ്യത്തിലാണ് അയാളുള്ളത്. അതിന് അയാൾ എന്ത് ചെയ്യുന്നു? ഈ 1 നീക്കി വെക്കുന്നു. ഇയാൾ ഈ കൊസീക് 30 ആണ് നീക്കുന്നത്. കൊസീക് 180 ഇതുമായി ബന്ധിപ്പിക്കാൻ വേണ്ടി ഇയാൾ ഇത് ഇങ്ങോട്ട് നീക്കുന്നു. 180. അപ്പൊ ഇയാൾ 1/2 നീക്കുന്നു. ഇയാൾ ഇതിങ്ങോട്ട് താത്തി വയ്ക്കുന്നു 1. അപ്പം ഇയാൾ 1/√2 ആണ് നീക്കി വെക്കുന്നത്. ഉടനെ ഇയാൾ കൊസീക് 180 ഇങ്ങോട്ട് നീക്കുന്നു. കൊസീക് 0 ആണ് നീക്കി വെക്കുന്നത്. ഈ 180 കൊസീക് 180 അയാൾ അങ്ങോട്ടേക്ക് നീക്കി വെക്കുന്നു. ഇയാള് √3/2 ഇങ്ങോട്ട് നീക്കുന്നു. ഇയാൾ 180 അങ്ങോട്ട് നീക്കി വെക്കുക. കൊസീക് 180 അങ്ങോട്ട് നീക്കി വെക്കുന്നു. ഇയാൾ കൊസീക് 30 ആണ് ഇങ്ങോട്ട് നീക്കി വെക്കുന്നത്. ഇയാളുടെ കളി എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ കൊസീക് 180 അങ്ങോട്ട് വരാവുന്നതായി. അപ്പോൾ 2 എണ്ണം അവിടെ വരും. ഇനി നമുക്ക് ഒന്നുകൂടി വേണമല്ലോ ഒരു വരിയിൽ. അതിന് പറ്റിയത് C270 ഉണ്ട്. C270 എവിടെയുള്ളത്? C270 ഇവിടെ ഉണ്ട്. ഇവിടെ കോസ് 360യും ഉണ്ട്. അപ്പോൾ ഇത് തൽക്കാലം ബുദ്ധിമുട്ടായതുകൊണ്ട് കോഡ് 360 അങ്ങോട്ട് വരാൻ വേണ്ടി അയാൾ എന്ത് ചെയ്യുന്നു? കോഡ് 360 നോട്ട് ഡിഫൈൻഡ് ആണല്ലോ. അപ്പോൾ അതിനു വേണ്ടി അയാൾ ഈ 1/2 അങ്ങോട്ട് നീക്കി വെക്കുന്നു. ഇയാൾ ഉടനെ ഇത് ഇങ്ങോട്ട് നീക്കി വെക്കുന്നു. ഇയാൾ 1/2 ഇങ്ങോട്ടേക്ക് നീക്കുന്നു. ഇതിന് പോകാനുള്ള സൗകര്യത്തിന് വേണ്ടി ഇയാൾ കോഡ് 360 ഇങ്ങോട്ടേക്ക് വെക്കുന്നു. ഈ 1/2 ഇങ്ങോട്ട് താഴ്ത്തി വെക്കുന്നു. ഇയാൾ ഇത് ഇങ്ങോട്ട് നീക്കി വെക്കുന്നു. ഈ കൊസീക് 180 ഇവിടെ അങ്ങോട്ട് പോകാനുള്ള വഴിയായി അങ്ങോട്ട് നീക്കി വെക്കുന്നു. ഈ കോഡ് 360 ഇങ്ങോട്ട് നീക്കി വെക്കുന്നു. ഇയാൾ ഇങ്ങോട്ടേക്ക് പോകുന്നു. tan 180 ഇവിടെ താഴ്ത്തി വെക്കുന്നു. ഈ 1/2 ഇങ്ങോട്ട് നീക്കി വെക്കുന്നു. ഈ tan 180 ഇങ്ങോട്ട് നീക്കി വെക്കുന്നു. ഇത് കൊസീക് 180 അങ്ങോട്ട് നീക്കി വെക്കുന്നു. ഇപ്പോൾ ഇത് രണ്ടും നോട്ട് ഡിഫൈൻഡ് ആണ്. അതിനിടയിൽ
നോട്ട് ഡിഫൈൻഡ് 1 വന്നാൽ മതി. അപ്പോൾ കോസ് 60 ഇങ്ങോട്ട് വെക്കുന്നു, ഇയാൾ ഇത് ഇങ്ങോട്ട് നീക്കി വെക്കുന്നു. കോട്ട് 360 ആണ് അങ്ങോട്ടേക്ക് പോകേണ്ടത്. കോസ് 60 ഇങ്ങോട്ട് നീക്കി വെക്കുന്നു, ഇയാൾ ഇത് കോട്ട് 360 ഇങ്ങോട്ട് നീക്കി വെക്കുന്നു. tan 90 ഇങ്ങോട്ട് നീക്കുന്നു, ഇയാൾ കൊസീക് 0 അങ്ങോട്ട് നീക്കുന്നു, ഇയാൾ കോസ് 45 ഇങ്ങോട്ട് നീക്കുന്നു, കോട്ട് 360 ഇങ്ങോട്ട് നീക്കുന്നു. ഇപ്പം കൊസീക് 180, കൊസീക് 0, കോട്ട് 360 എല്ലാം നോട്ട് ഡിഫൈൻഡ് ആണ്. അത് മൂന്നും ഒരുമിച്ച് വന്നു. അങ്ങനെ ഇത് 3 കളം ഇയാള് ഒഴിവാക്കി. വീണ്ടും ഇയാൾക്ക് തന്നെയാണ് നീക്കം. ഇയാള് എന്തോ മനസ്സിൽ കരുതി 660 ഇങ്ങോട്ട് നീക്കി പോകും. അപ്പം ഒപ്പിച്ചു കഴിഞ്ഞപ്പോൾ അയാൾക്ക് വീണ്ടും ഒരു നീക്കം കൂടെ കിട്ടി. പിന്നീട് ഇയാൾക്ക് കളിക്കാം. ഇതാണ് കളി. ഇതില് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നേരത്തെ പറഞ്ഞത് ഒരു കരു പോലും ഇതിൽ ഇല്ലാതിരിക്കണം. പക്ഷേ നോട്ട് ഡിഫൈൻഡ് എന്ന് പറയുന്നത് 10 ഉണ്ട്. ഇപ്പൊ 3 3 3 ആണെങ്കിൽ ഒന്നവിടെ ബാക്കി വരും. അപ്പൊ എന്ത് ചെയ്യണം? ഇതില് ഏതെങ്കിലും ഒരു പ്രാവശ്യം 4 3 വന്നാൽ പോരാ, അതിന്റെ കൂടെ 4ാമത്തെ കൂടി ഒരുമിച്ചെടുത്ത് ഒഴിവാക്കാൻ പറ്റുമോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ ആ ഒരു കരുവാട ബാക്കിയാവുകയും അയാൾ കളിയിൽ പരാജയപ്പെടുകയും ചെയ്യും. അതാണ് ഒന്ന്. രണ്ടാമത്തെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാല്, ഈ കരുക്കള് ഇങ്ങനെ ഒരുമിച്ച് നീക്കി വെച്ച് റോങ്ങായ, അതായത് ഇപ്പം എല്ലാം നോട്ട് ഡിഫൈൻഡ് ആണ് എടുത്തു വെച്ചത്. ഇപ്പൊ ഞാൻ നോട്ട് ഡിഫൈൻഡ് എടുത്തു വെക്കുന്നതിന് പകരം 1 വാല്യൂ ഉള്ള ഒരു സാധനം നോട്ട് ഡിഫൈൻഡ് എന്ന തെറ്റിദ്ധരിച്ചുകൊണ്ട് വെച്ചു കഴിഞ്ഞാൽ ആ കളി എന്തായി? റോങ് ആയി. അതായത് അയാൾ ആ കളിയിൽ പരാജയപ്പെട്ടു, മറ്റേയാൾ ജയിച്ചതായിട്ട് പ്രഖ്യാപിക്കപ്പെടും. അപ്പൊ കളി വെക്കുമ്പോൾ അതെല്ലാം കറക്റ്റ് ആയിരിക്കണം, തെറ്റിപ്പോകാൻ പാടില്ല. അതേസമയം എല്ലാ കരുക്കളും കംപ്ലീറ്റ് കളങ്ങളിൽ നിന്ന് മാറ്റാനുള്ള കഴിവും ബുദ്ധിയും അയാൾ ഈ കളിയിൽ കാണിക്കുകയും വേണം. ഇതാണ് കളി. കളിച്ചു നോക്കുക. സംസ്ഥാന ശാസ്ത്രമേളയിൽ അവതരിപ്പിക്കാവുന്ന രീതിയിൽ ഇതൊന്ന് നന്നായി പഠിച്ച് അവതരിപ്പിക്കാം. LP UP ക്ലാസ്സിലെ കുട്ടികൾ അല്ലെങ്കിൽ ഹൈസ്കൂളിലെ മറ്റു ക്ലാസ്സിലെ കുട്ടികൾക്കെല്ലാം വേണമെങ്കിൽ ഇതിന് സമാനമായ മറ്റ് ആശയങ്ങൾ ഇതേപോലെ കരുക്കളാക്കി മാറ്റി കളങ്ങൾ വരച്ച് കളിക്കാവുന്നതാണ്. എല്ലാവർക്കും എല്ലാ ആശംസകളും അർപ്പിക്കുന്നു.